കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, വിഷമത്തോടെ നമ്മൾ ചില രംഗങ്ങളൊക്കെ കാണേണ്ടി വരും. ആരെയും വിമർശിക്കാനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, പരിഹസിക്കാനല്ല. ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും, നിങ്ങൾക്കൊരു സത്യം കാണാൻ ചില ആളുകളൊക്കെ പറയും നിങ്ങൾ വെറുതെ പറയാണ്, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ല, ഉണ്ട് എന്ന് പറയാനുള്ള തെളിവിന് വേണ്ടി ചില ക്ലിപ്പിങ്ങുകൾ ചിലത് കാണിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. ആരുടെയും പേര് ഞാൻ പറയില്ല, ഒരു സംഘടന ഞാൻ വിമർശിക്കൂല, ഞാൻ ഈ കാര്യം മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. പ്രവാചകന്റെ മരണം കഴിഞ്ഞപ്പോൾ നബിയേ എനിക്ക് പുറത്തു തരണം, നബിയേ ഞാൻ ഒരുപാട് ഹറാമ് ചെയ്തു, എനിക്ക് പുറത്തു തരണം നബിയേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സ്റ്റേജുമ്മ കയറി പറയാൻ തുടങ്ങി. അതിൽ ഒന്നാമത്തെ രംഗം നിങ്ങൾ കണ്ടു നോക്കുക. പാപമാലേ നടക്കുകയില്ല, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്. എത്ര ഹറാമുകൾ ഈ കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടു. ഓരോ രാത്രിയിലും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ തിരു ഹബീബിനെ കാണാൻ പോകുന്നത്? ഈ കണ്ണുകളിൽ പറ്റി സഹോദരങ്ങളെ, സത്യം പറയാലോ, വിഷമം തോന്നുന്നു. എൻ്റെ പാപങ്ങൾ, നമ്മൾ ചെയ്ത തിന്മകൾ മനസ്സ് തട്ടി വിങ്ങിപ്പൊട്ടിയിട്ടാണ് ആ സഹോദരങ്ങൾ ചോദിക്കുന്നത്, ഹബീബേ ഹറാമ് ചെയ്ത കണ്ണുകളാണ് പുറത്തു തരണം, റസൂലേ തൗബ തരണം. പണ്ഡിതന്മാരാണിത് സദസ്സ് കെട്ടി സംസാരം നടത്തുന്നത്. കാണുന്ന സാധാരണക്കാർ അവരുടെ മനമൊരുക്കിയിട്ട് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ബദറിന്റെ രണഭൂമിയിൽ, പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിൽ നാളെ യുദ്ധം നടക്കാൻ നിൽക്കുമ്പോൾ കഴുത്തിലിട്ടിരുന്ന ഷാള് താഴേക്ക് വീഴുമാറ് കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയെ എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നാളത്തെ യുദ്ധത്തിന്റെ അവസ്ഥയും നാളത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ നബി തങ്ങൾ തന്റെ ഉമ്മത്തിന് വേണ്ടി ആ രംഗത്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് കാലിൽ നീര് വരുമാറ് നമസ്കരിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ പരസ്യമായി റസൂലേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ അടിത്തറ ഇനി എവിടേക്കാണ് പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, വഖാല റബ്ബുകും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറയാണ്, ഫഖുൽതു, ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. നൂഹ് നബി പറയാണ്, എന്നോട് ഇസ്തിഗ്ഫാർ നടത്താനല്ല, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഹറാമിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ. ഇന്നഹു കാന ഗഫാറാ, അല്ല പാപം പൊറുക്കുന്നവനാണ്, അല്ലയാണ് ഗഫാർ, അല്ലയാണ് ഗഫൂർ. എന്നാൽ മനുഷ്യരായ അവരോരോരുത്തരും ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നിന്നാവട്ടെ, ഏത് നിലക്കുമുള്ള പ്രതിസന്ധികളിൽ നിന്നാവട്ടെ, അവർ രക്ഷപ്പെടണമെങ്കിൽ അവർ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, തൗബ ചെയ്യേണ്ടത്, ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. ഇനി ജീവിതത്തിന്റെ ഏതേത് വിഷമങ്ങളിലും ഘട്ടങ്ങളിലും ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവായ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം തവസ്സുലും ഇസ്തിഗാസയും ഒന്നുമല്ല, നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നബിയോട് പ്രാർത്ഥിക്കുന്നതും മാറി ഇനി അവിടുന്നും താഴേക്കുള്ളവരെ എല്ലാം വിളിക്കും. ഒരു നബിയിൽ നിന്നും മാറിപ്പോവുകയാണ്. അതുപോലും തെറ്റും ആപത്തിലേക്കും നശിച്ചുവെങ്കിൽ അവിടുന്ന് ഖുർആൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ
അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അമ്പിയാക്കന്മാരുടെ എല്ലാ ദുആകളും അള്ളാഹിനോടാണ്. ആദം നബിന്റെ പ്രാർത്ഥന, മൂസാ നബിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബി മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സക്കരിയ നബി മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ, അയ്യൂബ് നബി രോഗം ബാധിച്ചപ്പോൾ ആരോടാണ് നബിമാര് പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയല്ലുർ വ അൻത അർഹമുർ റഹീമീൻ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മറ്റു പല മനുഷ്യന്മാരെ തന്നെ വിളിച്ച് സങ്കടം പറയാണ്. അതിന് പണ്ഡിതന്മാർ, വലിയ വലിയ നേതാക്കന്മാർ രംഗത്ത് വരികയാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സാമ്പിളിന് വേണ്ടി രണ്ടാമതൊരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത്. നമ്മൾ വല്ലാതെ വിഷമിച്ചാൽ നേരെ ഞാൻ മടവൂർ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം, നമ്മൾ വിചാരിച്ച മുറാദ് ഹാസിലാവണം, അല്ലെങ്കിൽ ആ വിഷമങ്ങൾ മാറണം, അല്ലെങ്കിൽ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അതെന്താ? ആ ഒരു മഹബത്തുകൊണ്ടാണ്. വിഷമാണത്. സ്നേഹവും വിഷമൊക്കെ കൂടി കലരുമ്പോൾ പറയുന്നതാണ് അല്ലേ? നമ്മൾ പറയില്ലേ, ഞാൻ ഇതൊക്കെ എന്നും യാസീൻ ഓതണല്ലേ, എന്നും ഫാത്തിഹ ഓതണല്ലേ, സ്വലാത്തിൽ നിന്ന് ദിക്ർ ചൊല്ലുന്നത് അവസരം മുടങ്ങാതെ ചൊല്ലുന്നു, അതുകൊണ്ട് എന്നെ കൊടുക്കരുത് കേട്ടോ, എന്നെ വലക്കരുത് കേട്ടോ എന്ന് പറയും അല്ലേ? നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ? ഉണ്ടോ? ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, ഖബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ, ഞങ്ങളെ ഏറ്റെടുക്കണം. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഞാൻ മൂന്നെണ്ണം ഒരു സാമ്പിളിന് പറഞ്ഞു പോയതാ. ഒന്നാമത്തേൽ ഞങ്ങൾക്കൊരു സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ ബദരീങ്ങളെ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് ബദരീങ്ങൾ ഉത്തരം നൽകും. അടുത്ത ആൾ CM മടവൂരിനോട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു. അവസാനത്തെ ആൾ മമ്പുറം തങ്ങളെ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കണം. നമ്മളൊക്കെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ വാക്ക് എന്താ? മമ്പുറം തങ്ങളെ, ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണം, ഞങ്ങളെ പ്രയാസങ്ങൾ നീക്കിത്തരണം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മോശക്കാരാണെന്നോ ഇവരെയൊക്കെ കുറ്റം പറയുകയോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഈ ചെയ്ത അമലി പ്രശ്നമാണ്. അള്ളാഹുവിൻ്റെ മഖ്ലൂഖീങ്ങളായ പ്രിയപ്പെട്ട ബദരീങ്ങളെ പറ്റി നോക്കൂ നിങ്ങൾ. അള്ളാഹിൻ്റെ ഖുർആൻ പോലും പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരാണ്. അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കുള്ളൂ. ഒന്ന് ലാത്ത ഉസ്സ മനാത്ത ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാൽ അവിടെ ഒരു പ്രശ്നമേ ഉണ്ടാകൂലായിരുന്നു. മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വരൂലായിരുന്നു. എത്ര പീഡനങ്ങൾ അനുഭവിച്ച് സുമയ്യ ബീവിന്റെ ശരീരത്തിൽ കുത്തിക്കയറ്റിയ ഇരുമ്പ് ദണ്ടിന്റെ കഥ വായിച്ചു നോക്ക്. ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ കിടത്തിയിട്ട് അവിടുന്ന് പറയുന്നത് ഒന്ന് വിളിക്കാനായിരുന്നു, ഇല്ല അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു. ബദറും ഉഹുദും ഒക്കെ ഉണ്ടായത് എന്തിനായിരുന്നു? ബദറിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഇത് തസ്തഗീസൂന റബ്ബക്കും സൂറത്തുൽ അൻഫാലിൽ വായിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ പരിഭാഷ വായിച്ചു നോക്ക്. ഇത് തസ്തഗീസൂന റബ്ബക്കും, ബദറിന്റെ സമയത്ത് നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ, ബദരീങ്ങൾ അവരുടെ പ്രതിസന്ധിയിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ, ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. എങ്ങനെ? അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് മലായിക്കത്തുകളെ ഇറക്കിയിട്ട് ആ പ്രശ്നത്തിന് പരിഹാരമായി അള്ളാഹിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ബദറിൽ തന്നെയും മരിക്കാത്ത ശുഹദാക്കന്മാരാകാത്ത ആളുകൾ പിന്നെയും ഒരുപാട് കാലം പലർക്കും രോഗങ്ങൾ ബാധിച്ചു, പലരും വിദൂര യാത്രകൾ നടത്തിയിട്ടുണ്ട്, പ്രായമായിട്ട് മരിച്ചവരൊക്കെയുണ്ട്. അവരും പിന്നീട് അവരുടെ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന വേളയിലും ഉഹദ് യുദ്ധം കഴിഞ്ഞ വേളയിലും ഒക്കെ സ്വഹാബത്ത് പറയാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞ് മദീന പള്ളിയിൽ അടുത്ത ജമാഅത്തിന് വിളി വന്ന നിസ്കാരത്തിന് വന്ന സ്വഹാബിമാരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെവി മുറിച്ചവരാണ് പലരുടെയും. മൂക്ക് നഷ്ടപ്പെട്ടവർ, കൈകൾ നഷ്ടപ്പെട്ടവർ, വിരൽ നഷ്ടപ്പെട്ടവർ, ചോരയും മുറിവുമില്ലാത്ത സ്വഹാബത്തെന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല പരിക്കായിരുന്നു. എന്തിനാണ്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, അല്ലാഹ് മതി, ഞങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹ് മതിയായവനാണ്, ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധന ചെയ്യൂലാന്ന് ഉറച്ചു പ്രഖ്യാപിച്ച നല്ലവരായ ആ നല്ല മനുഷ്യന്മാരെ, ആ പ്രിയപ്പെട്ട ശുഹദാക്കന്മാരെ, അള്ളാഹിൻ്റെ അടുത്ത് വമ്പിച്ച ഒരു ഷഹീദ് മരിച്ചാൽ ഉടനെ തന്നെ 10 വലിയ പുണ്യങ്ങളാണ് കിട്ടാൻ പോണത്.
അത്രക്ക് പ്രതിഫലമാണ് ശുഹദാക്കന്മാർക്ക്. ആ ശുഹദാക്കന്മാരെ പേരിൽ പിന്നീട് ജീവിച്ചിരിക്കുന്ന നമ്മൾ സാധാരണക്കാര് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരോട് ചെയ്യുന്ന അപമാനമാണ്. അവരെല്ലാം പ്രാർത്ഥിച്ച റബ്ബിലേക്ക് മടങ്ങണമെന്ന ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നല്ലോ, അമ്പുറന്തങ്ങളും അടക്കമുള്ളവർ. പിന്നീട് മുഹിയുദ്ദീൻ ഷെയ്ഖിലേക്ക് ജനങ്ങൾ എത്രയോ ആളുകൾ വിളിക്കുന്നത് നമ്മുടെ പള്ളികളിൽ വരെ കാഴ്ചകളാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ അല്ലാ യാ റഹ്മാൻ യാ റബ്ബേ എന്ന് പൊട്ടിക്കരയേണ്ടതിനു പകരമായി ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട, ലോകത്തൊരുപാട് വിജ്ഞാനങ്ങൾ ആവാഹിച്ച, ബാഗ്ദാദിന്റെ മണ്ണിനെ ഇസ്ലാമിന്റെ ജീവൻ നൽകിയ മുഹിയുദ്ദീനായ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഒരു നല്ല മഹാപണ്ഡിതൻ ജീവിതത്തിൽ ഒരുപാട് കിതാബ് എഴുതി. ആ കിതാബുകൾ വായിച്ചു നോക്ക്. അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന്റെ പേരിൽ കുത്തുബിയ്യത്തുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. സാധാരണക്കാർ വിചാരിക്കുന്നു ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ടാക്കിയതാണെന്ന്. അല്ല, അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം 100, 200, 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയത്, കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയത്. അവിടെയും പറയുന്നത് എന്താണ്? മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഏകാന്തനായിട്ട് ഒറ്റക്കിരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകി നിങ്ങളെ സഹായിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. മുഹിയുദ്ദീൻ മാലക്കാരനും അതുതന്നെയാ പറയുന്നത്. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. അള്ള പറഞ്ഞിക്കണോ? എന്നെ എവിടുന്നെങ്കിലും വിളിച്ചാൽ വായ കൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകുന്ന അള്ള പറഞ്ഞിക്കണോ? അള്ള പറഞ്ഞിട്ടില്ല. പക്ഷെ മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയ ആ കള്ള ഒരു വല്ലാത്ത പ്രചരണം ചെയ്ത മനുഷ്യൻ എന്താ പാടിണ്ടാക്കിയത്? ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വായ പൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകും. അതുകൊണ്ടാണ് ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും മണ്ടില്ല യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞില്ല, റിഫായി ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. റിഫായി ഷെയ്ഖ് വരണമെങ്കിൽ കുത്തറാത്തീബ് വേണം. ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ നാടിൻ്റെ അവസ്ഥ വെച്ചോക്കും. പരസ്യമായി നമുക്ക് എന്താ ക്ലിപ്പിടാത്ത ബേജാറ്, പരസ്യമായി സ്റ്റേജ് കെട്ടിയിട്ട് രാത്രി 9 മണിക്ക് ശേഷം കത്തിയെടുത്തുകൊണ്ട് വന്ന് സ്റ്റേജിൽ നിന്ന് കുത്തറാത്തീബ് നടത്തിയിട്ടാണ് യാ ഷെയ്ഖ് റിഫായി യാ ഷെയ്ഖ് റിഫായി എന്ന് വിളിച്ച് റിഫായി ഷെയ്ഖ് മുറിമാറ്റി തരുമെന്ന് പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് റിഫായി ഷെയ്ഖിനെ വിളിച്ചു വരുത്തുന്ന കുത്തറാത്തീബ് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ സാമ്പിളിന് വേണ്ടി പറയാം. ഇടയിൽ പോയി നമുക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? യൂട്യൂബിലുണ്ടല്ലോ, ആർക്കും പോയി കാണാമല്ലോ. സ്ത്രീകളും കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു സത്സാണ്. ഇത് പരസ്യമായി വേദി കെട്ടി നമ്മളെ നാട്ടിൽ പണ്ഡിതന്മാർ കെട്ടി ഹൈദരാബാദ് പോയി നോക്കി, ആ മുഹറം 10 പോയി നോക്കി. കേരളത്തിൽ അഹ്ലു സുന്നയാണ് ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ കർമ്മത്തെ, ഞാൻ വ്യക്തിയിൽ ആവട്ടെ ആരോ ആവട്ടെ, ഈ കർമ്മത്തെ നിങ്ങളൊന്ന് പരിശോധിക്കണം. അള്ളാഹിന്റെ ദീനിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു ബ്ലേഡ് എടുത്ത് എനിക്ക് വരക്കാൻ അധികാരമുണ്ട്. പാടില്ല. സ്വന്തത്തിനെ ഉപദ്രവിക്കാൻ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങൂല, ഞാനിനി രാത്രി ഉറങ്ങൂല, ഞാൻ ഫുള്ള് നിസ്കാരയിക്കും. ഇപ്പൊ നബി എന്താ പറഞ്ഞെന്നറിയോ? പാടില്ല. നിന്റെ ശരീരത്തിനോട് നിന്റെ കണ്ണിനോട് ബാധ്യത ഉണ്ട്. ഉറങ്ങണ സമയത്ത് ഉറങ്ങണം, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കണം. നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്നാൽ സ്വന്തം ശരീരത്തിനെ ഉപദ്രവിക്കുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? യാ അഹ്മദ് ഷെയ്ഖ് റിഫായി എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് വിലയിരുത്താനും പഠിക്കാനും വേണ്ടി പറയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് പകരമായി വേറെ ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുവോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കാണ് ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. അള്ളാഹുവിലേക്ക് മടങ്ങുക. ഞാൻ താക്കീതുകാരാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്ത് പ്രതിസന്ധികളിലും വിഷമങ്ങളിലും ഇരുട്ടിലും രാവിലും പകലിലും നിങ്ങളെയെല്ലാം സൃഷ്ടിച്ച, ആകാശഭൂമി സംവിധാനിച്ച, മുഴുവൻ ചരാചരങ്ങളെ സംവിധാനിച്ച മുദബ്ബിറായ ഖാലിഖായ റാസിഖായ അള്ളാഹുവിനോട് നിങ്ങൾ മനമുരുകി തേടുക. അതിനു പകരമായി മറ്റൊരാളെയും നമുക്ക് വിളിച്ചു തേടി പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇല്ലേ, റബീഉൽ അവ്വൽ കഴിഞ്ഞു, റബീഉൽ ആഖിർ എത്തിയപ്പോൾ പള്ളികളിൽ കുതുബിയ്യത്തിൻ്റെ പള്ളികൾക്കകത്ത് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന വാക്കുകൾ ഇത്തരത്തിൽ പിന്നീട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ തുടങ്ങി.
എന്താ പള്ളിൻ്റെ പ്രത്യേകത? പള്ളികൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. അവിടെ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനകൾ പാടില്ലാത്തതാണ്. ആ പവിത്രമാക്കപ്പെട്ട പള്ളിയെ നിഷ്ഫലമാക്കുന്ന രൂപത്തിൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നതിൻ്റെ മറ്റൊരു അവസ്ഥയാണ് കുത്തുബിയ്യത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. സാമ്പിളിന് വേണ്ടി അതും കൂടെ ഒന്ന് കാണിക്കാം. നാലാമത്തെ പൂർണ്ണമായി എല്ലാ ക്ലിപ്പുകളും പൂർണ്ണമായി കളിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും ആർക്കെങ്കിലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ എനിക്കത് ഫുള്ള് വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ സംഘാടകരുമായി ബന്ധപ്പെടണം. നിങ്ങൾ തുറന്ന് പഠിക്കണം. ഇവിടെ അതിൻ്റെ ഒരു സമയപ്രയാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ, ആ കാണുന്ന 4-5 മിനിറ്റ് നേരത്തെ വീഡിയോകൾ മുഴുവൻ ഹാദിറു ഹാദിറു യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ ഹാദിറു. അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തോ ഇക്രാന്ന് വിചാരിച്ചു. ഷെയ്ഖ് മുഹയ്യദ്ദീൻ തങ്ങളെ നിങ്ങൾ ഈ മജ്ലിസിൽ ഹാദിറായി ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റിത്തരാനാണ് പറയുന്നത്. എന്തോ ഒച്ചത്തിൽ ഇത് ഈ നാട്ടിലെ മറ്റു മതസ്ഥരുടെ നടുവിലുള്ളൊരു വീട്ടിൽ നിന്ന് നടക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും ഇതിന് വിലയിരുത്തും? അയ്യപ്പങ്ങളൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയും. ഇതൊക്കെ നമ്മൾ നല്ലോണം ഇരുന്ന് ആലോചിക്കണം. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് ചടങ്ങാണിത്? ഇതിന് എവിടുന്നാണ് പാരമ്പര്യം? നമ്മൾ എപ്പോഴും എന്താ പറയുക, ഞങ്ങൾ നബിൻ്റെ പാരമ്പര്യത്തിലേക്ക് വന്നവരാണ്. സുഹൃത്തുക്കളെ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ മരണപ്പെട്ട്, റിഫായി തങ്ങൾ മരണപ്പെട്ടിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇത് തുടക്കം കുറിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏതേത് കർമ്മങ്ങളും പരിശോധിക്കണം. നമ്മുടെ നമസ്കാരം 5 വക്ത് എവിടുന്ന 1400 കൊല്ലം പഴക്കണ്ട്. നമ്മുടെ സുന്നത്തസ്കാരങ്ങൾ എവിടുന്നാ കിട്ടിയത്? 1400 കൊല്ലം പഴക്കണ്ട്. ഒരു സദസ്സിൽ കയറി ഇരുന്ന് അവസാനം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എവിടുന്നത് കിട്ടി? ഇതിപ്പാരുണ്ടാക്കി തന്നതല്ല. ഹദീസിൽ ഇങ്ങനെ ക്രോഡീകരിച്ച് വന്നിട്ടുണ്ട്. സുന്നത്തിൽ അത് കാണാൻ സാധിക്കും. സുബ്ഹ നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തായ നമസ്കാരം ഉണ്ട് എന്ന് എവിടെയാ? ഹദീസിലുണ്ട്, സുന്നത്തിലുണ്ട്. എന്ത് നമ്മുടെ കർമ്മങ്ങളും അവിടേക്ക് മടക്കണം. ഇമാം ഷാഫിഈ തങ്ങൾ കുതുബിയ്യത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളൊക്കെ മദ്ഹബിന്റെ ആളുകളാണെങ്കിൽ മദ്ഹബിന്റെ ഏതെങ്കിലും ഇമാമിയങ്ങൾ കുത്തറാത്തീബ് നടത്തിയ ഏതെങ്കിലും ഒരു വരി നമ്മുടെ കിതാബിലുണ്ടോ? ഏതെങ്കിലും ഉലമാക്കന്മാർ ഒരു ഫിഖ്ഹിന്റെ മസ്അലയിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഓർക്കുന്നത് പരിചയം തന്നെയില്ല. ഇതൊക്കെ പുതിയതായി ദീന് വിട്ടതിന് പകരമായി അള്ളാഹിന്റെ റസൂൽ മരിക്കണതിന്റെ മുമ്പ് ഒരു ആയത്തിലൂടെ പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ടോ? ഇതൊക്കെ ഇനി ഒന്നും എടുക്കാല്ല. ഇതിലേക്ക് ഇനി നമ്മുടെ ഒരാളുടെയും വകതിലേക്ക് കയറാൻ പറ്റൂല. തോന്നിയവർ തോന്നിയതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മതം നശിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും വഴികേടിലാണ്. അവിടുന്നൊക്കെ വിട്ടു. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് വിട്ടു. ഈ 10-35 കൊല്ലം മുമ്പ് മരിച്ച മനുഷ്യന്മാരെ വരെ ഇപ്പൊ നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. നമ്മളെ കാലം കഴിഞ്ഞ് നമ്മളെ മക്കൾ എന്തൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഈ കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, CM സ്മരണിക എന്ന പുസ്തകമുണ്ട്. ഒരാളും അംഗീകരിക്കാതിരിക്കൂല. CM സ്മരണിക എഴുതിയത് ആ മക്കാമിൻ്റെ ആൾക്കാർ തന്നെയാണ്. ആ CM സ്മരണികയിൽ എഴുതി വെച്ചു, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. നമുക്ക് പറ്റുമോ? ഒരു മുസ്ലിമിന് പറ്റുമോ? പുരുഷന്മാർക്ക് പറ്റുമോ? സിഗരറ്റ് തുരുതുരാ വലിക്കാറുണ്ടായിരുന്നു. ഒരു വലിയന് പോയിട്ട് ഒരു നോർമൽ മുസ്ലിമിന് പറ്റൂല. നമസ്കരിക്കാറില്ലായിരുന്നു. നിസ്കാരമില്ലാത്തവനെ നമ്മളൊക്കെ വിളിക്കും ഫക്കത് കഫറ, കാഫിർ എന്ന് വിളിക്കും. നമസ്കരിക്കില്ലെന്ന് മാത്രമല്ല, നോമ്പ് നോൽക്കൂല, ജുമാക്ക് പോകൂല. നോമ്പ് നോറ്റ മനുഷ്യന്മാരെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കിയതല്ല, ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി കൊടുത്തു. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം ഈ CM മടവൂരാണ്. ഇപ്പോൾ 35 കൊല്ലമായിട്ട് മരിച്ചിട്ടുള്ളൂ. അത് അത്രയും കാലം ലോകം ഇവിടെ ആരെ നിയന്ത്രിച്ചിട്ടുണ്ട്? ആ മനുഷ്യൻ മരിക്കുന്നതിന് അല്ലെങ്കിൽ ജീവിക്കുന്നതിൻ്റെ മുമ്പ് ഈ ലോകത്തെ ആരുണ്ടായി നിയന്ത്രിച്ചത്? എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഞാനൊരു പ്രസംഗം കുറച്ച് ദീർഘമായി കേൾപ്പിക്കും. അതിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കണം, എത്ര വലിയ വാക്കാണ് പറയുന്നത്. അതെനിക്ക് ഫുള്ളായിട്ട് കേൾപ്പിച്ചേ പറ്റൂ. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10-30, ഒരു പക്ഷേ ഈ സദസ്സിലോ നാട്ടിലൊക്കെ അയാളെ കണ്ട മനുഷ്യന്മാരുണ്ടാവും. ആ ഒരു മനുഷ്യനെ കുറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹിനെ പഠിപ്പിക്കേണ്ട, റസൂലിനെ പഠിപ്പിക്കേണ്ട നാട്ടിലെ ഈ സമയവും ഊർജ്ജവും പൈസയും ചെലവാക്കിയിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ പഠിപ്പിക്കുന്ന വാക്ക് ഈ മരിച്ചു കിടക്കുന്ന CM മടവൂരിനെ എന്ത് തരത്തിലാണ് പറയുന്നത് ശ്രദ്ധിച്ചത്?
ശൈഖുനാ അവരെ മൗലിദ് കണ്ടില്ലേ? തയ്യാറുൻ നൂരി ഫി ഹയാത്തി വലിയില്ലാഹിൽ മടവൂരി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പി ഉസ്താദാണ് ഇതിന് ആമുഖം എഴുതുന്നത്. ഇത് ഏറ്റവും നല്ല മൗലിദാണെന്നും വീടുകളിൽ ചെല്ലണമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. തജ്ദുറു അൻ തുഖറഅ ഫിൽ ബുയൂത്തി വൽ മജാലിസ്, എല്ലാ മജ്ലിസുകളിലും വീടുകളിലൊക്കെ ഓതണം. റജാഅൻ തഉമ്മഹൽ ബറകാത്തു വർ റഹ്മാത്ത്, ഓതിയാൽ അവിടെ പ്രത്യേകം റഹ്മത്തുണ്ട്, പ്രത്യേകമായ കാവലുണ്ട്. സുൽത്താനുൽ ഉലമ പി ഉസ്താദ് നിങ്ങൾ എന്തൊക്കെ മരുന്ന് കൊടുത്താലും നിങ്ങൾ നടത്തുന്ന എല്ലാ സഭകളിലും ഇസ്തിഗാത്ത ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശൈഖുൽ മശായിഖ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉസ്താദ് ആമുഖം എഴുതിയ മർക്കസിൽ നിന്നിറങ്ങിയ ഈ മൗലിദിൽ മടവൂർ ശൈഖുനയെ നേരിട്ട് വിളിച്ചു പറയല്ലേ, വല അൻത ലുത്തംകീനി വത്തസ്രീഫി ബൽ ഖദ് കുൻത ദത്തഹകീമി ഖുതുബൽ അലമീ യാ റബ്ബി സ്വല്ലി على النبي محمد منذ الخلائق من جهنم في غدي. മടവൂർ ശൈഖുനാനെ വിളിക്കുക എന്നിടത്തുനിന്നാണ് ഇപ്പൊ ഇസ്തിഗാസൊക്കെ പ്രശ്നമാക്കി തുടങ്ങിയത്. നേരിട്ട് മടവൂർ ശൈഖുനയെ വിളിച്ച ബൈത്തുണ്ടാക്കിയ ആളെ വിളിച്ചു വരുത്തിയിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഉപദേശം നടത്തിയ ആളുകൾ, നിങ്ങൾ നോക്ക്, ഈ ബൈത്ത് കാണാതെ പോയോ? ഇത് കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയതാ, ഉസ്താദാണ് ഇത് ചൊല്ലണമെന്ന് പറഞ്ഞത്. എല്ലാ അധികാരവുമുള്ള ആളാണ് നിങ്ങൾ, കൈകാര്യാധികാരമുള്ളവരാണ് നിങ്ങൾ. വിധികർത്താവാണ്, കാര്യങ്ങളിൽ വിധി പറയാൻ അവകാശമുള്ള ആളാ, ഖുതുബുൽ ആലമാണ് അങ്ങ്. അതേ വലി ഖുലുഖി ത്വാഹ വാരിസുൻ മുതഖല്ലിഖു ദു റഹ്മത്തിൽ ലിന്നാസി ഖുതുബൽ ആലമീ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സ്വഭാവങ്ങളും മേളിച്ച മഹാനരായ ശൈഖുനാ, എല്ലാ സ്വഭാവങ്ങളും മേളിച്ചവരാണവർ. ഹൃദയം പൊട്ടുന്ന വാക്കുകൾ, ഹൃദയം പൊട്ടിത്തെറിക്കുന്ന വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കടം തോന്നുകയാണ്, വിഷമം തോന്നുന്നു. CM മടവൂരിനെ കുറിച്ച് പുസ്തകത്തിൽ പറയാണ്, തുരുതുരാ സിഗരറ്റ് വലിക്കും, സ്വർണത്തിന്റെ മോതിരം ധരിക്കും, പള്ളി പോകൂല, നിസ്കരിക്കൂല, എന്നിട്ട് മാല എഴുതിയിട്ട് മൗലിദ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ബറക്കത്തിന് ചൊല്ലിക്കോളെന്ന് പറയണേ. നബി തങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും CM മടവൂരിനുണ്ട്. നഊദു ബില്ലാഹി വമിൻ കുല്ലി ശർ. ഇത് പറയാൻ എന്തിനാ നിങ്ങൾ പേടിച്ചിരിക്കണത്? ഇത് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് പ്രശ്നമുള്ളത്? ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പുത്തൻവാദിയാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കഴുത്തറുത്താല് എന്താ ഇവിടെ കുഴപ്പമുള്ളത്? ഒരു പ്രശ്നമില്ല. എന്തൊരു വല്ലാത്ത വാക്കാണ് പറഞ്ഞത്. നബി തങ്ങളുടെ എല്ലാ സ്വഭാവ മഹിമകളും ത്വാഹയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും CM മടവൂരിനുണ്ടെന്ന്. ഞാൻ ബാക്കി പറയണോ? ഹോട്ടലിൽ കയറിയിട്ട് പൈസ കൊടുക്കാത്തതിന്, പൈസ ചോദിച്ചതിന് ഹോട്ടലിൽ കത്തിച്ചു എന്നാ കറാമത്ത് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ത്വാഹന്റെ സ്വഭാവമാണോ? നഊദുബില്ല. എവിടേക്കാണ് ഈ കൗമ കൊണ്ടുപോകുന്നത്? എവിടെയാണ് ഈ നിലക്ക് സമുദായത്തെ പഠിപ്പിക്കേണ്ട, പറയേണ്ടുന്ന ജനങ്ങളുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള കള്ളക്കഥകളിലും ഒരിക്കലും പറയാൻ പറ്റാത്ത അസംബന്ധങ്ങളും എടുത്തിട്ട് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ഇന്ന് വരെ കേരളത്തിൽ നിന്ന് ചോദിക്കേണ്ട, എവിടുന്നാടാ നീ വരുന്നതെന്ന് ചോദിക്കാൻ ഒരാളുണ്ടോ? ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ എന്ന് പറയാൻ ഒരാളുണ്ടോ? ഇതിനെ വിമർശിക്കാൻ ഇവിടെ ഒരാളുണ്ടോ? എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് പറയണം, സത്യം പറയാൻ. ഈ ഖുർആൻ എന്തിനാണ് മരണപ്പെട്ട വീടുകളിൽ ഇരുന്നു കൊണ്ട് വലിയ ഭവ്യതയോടെ ഓതിക്കൊണ്ടിരിക്കുന്ന യാസീൻ സൂറത്ത് എന്താ പറഞ്ഞറിയോ? ഇത് ഓതി പഠിപ്പിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഖുർആൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ആ പ്രവാചകന്റെ വിശേഷങ്ങളും നബിനെ സ്നേഹിക്കുന്നു എന്ന പേര് പറഞ്ഞ് കുറേ പാട്ടുകൾ പാടി, കുറേ ദഫ് മുട്ടി, കുറേ DJ പാർട്ടി നടത്തി, വീടുകളിലും പള്ളികളിലും എന്തൊക്കെയോ അറബിയിൽ ചൊല്ലി പറഞ്ഞു, ഇസ്ലാമിന് യോജിക്കാത്തതും പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞത് CM മടവൂരിന്റെ കറാമത്ത് പറഞ്ഞ് പാടിയിട്ട് ത്വാഹ റസൂലുള്ളാന്റെ എല്ലാ സ്വഭാവങ്ങളും CM മടവൂരിനുണ്ട്. സഹിക്കാൻ കഴിയില്ല. ഇത് ഇനിയും നമുക്ക് ഈ ഒരു കൗമിന്റെ മുമ്പിൽ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അപകടങ്ങൾ വലുതാണ് എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ദീനിയായ മജ്ലിസുകളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഹക്ക് പറയുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. വ്യക്തികളെ നമുക്ക് മാറ്റിവെക്കാം. ഹക്ക് ആരുടെ കയ്യിലാണ്? ദീൻ ആരുടെ കയ്യിലാണ്? ഇസ്ലാം ആരുടെ കയ്യിലാണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കലാം പഠിക്കുക. ഖൈറുൽ കലാമി കലഹമുല്ലാഹ്. ഏറ്റവും ഉത്തമമായത് മൗലൂദല്ല, ഹദ്ദാദല്ല, റാത്തീബല്ല, കുത്തറാത്തീബല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും ഉത്തമമായ ചര്യ അള്ളാന്റെ ചര്യ, അള്ളാന്റെ കലാമാണ്. ഏറ്റവും ഉത്തമമായ ചര്യ CM-ന്റേതല്ല. വഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിന്റെ മാർഗമാണ് ഉത്തമമായ ജനം. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഓൺലൈനിൽ വന്നിരിക്കും, ഓഫ്ലൈനിൽ വന്നിരിക്കും. വന്ന് ഇരുന്നാൽ ആളുകൾക്ക് എന്താ കൊടുക്കേണ്ടത്? അള്ളാഹിനെ പറ്റി പറയണം, ദീന് പറയണം, ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായി തേന് വിറ്റുകൊണ്ടും വേറെ പലതും വിറ്റുകൊണ്ടും ഓരോരോ മജ്ലിസുകൾ ഉണ്ടാക്കുകയാണ്. കാര്യമായി മജ്ലിസ് സ്വലാത്തിൻ്റെതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒറ്റ ഉദാഹരണം നോക്കുക. ഇസ്ലാമിൽ സ്വലാത്തിന് എത്ര വലിയ സ്ഥാനമുണ്ട്. ഇപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ബഹളം ഉണ്ടാവൂല, ഇവിടെ ഒരു പെട്ടി അതിൻ്റെ പേരിൽ വരൂല, അതിൻ്റെ പേരിൽ ഒരു സ്വലാത്തിൻ്റെ വാർഷികം ഉണ്ടാവൂല. ഓരോ സ്വലാത്തിനും 10 വലിയ പുണ്യമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. എവിടെ ഇരുന്നും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇസ്ലാമിലെ പുണ്യകർമ്മമാണ്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എന്നാൽ സ്വലാത്തിന്റെ മജ്ലിസ് പറഞ്ഞ ഒരു പ്രത്യേക മജ്ലിസ് ഉണ്ടാക്കുക, സ്വലാത്തിന്റെ വാർഷികം പറഞ്ഞ് വാർഷികം, സ്വലാത്തിന്റെ പിരിവ് എന്ന് പറഞ്ഞ് പിരിവ്, പള്ളികളുടെ മുമ്പിൽ സ്വലാത്ത് വകപ്പെട്ടി. ഇങ്ങനെന്താ വേണ്ടത്? ഇതൊക്കെ പെട്ടില്ലാത്തൊരു പരിപാടിയില്ല. ദിക്ർ വക ഹൽക്കപ്പെട്ടി, ഓമാനുഷ്ഠതാക്കളെ നേരത്തെ പെട്ടി, ഇങ്ങനെ കുറേ വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് ആർക്കാണ് ഇതൊക്കെ? ഈ സാധുക്കളായ മനുഷ്യന്മാർ. അവർ വിയർപ്പ് ടാപ്പിംഗ് ജോലിക്ക് പോയി മത്തി കച്ചവടം ചെയ്ത് വെയിൽ കൊണ്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന് ഈ ബോക്സിൽ ഇടണം. എന്തിനറിയോ? എൻ്റെ രോഗങ്ങൾ മാറും, എൻ്റെ വിഷമങ്ങൾ തീരും. സ്വലാത്തിൻ്റെ പേര് കേട്ട ഏത് മുഅ്മിനാണ് ഈമാനില്ലാതെ വാ ഓ പൈസ കൊടുക്കും. അത് ചൂഷണം ചെയ്യാണ്. അതുകൊണ്ടാണ് സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ കാമിലി, കുറേ സ്വലാത്ത് ഇങ്ങനെ സ്വന്തമായി ഉണ്ടാക്കുക. 5 കൊല്ലം സ്വലാത്ത്, 2 കൊല്ലം പഴക്കമുള്ളത്, 3 കൊല്ലം പഴക്കമുള്ളത്. എന്നിട്ട് ഓരോരുത്തരുണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുണ്ടാക്കുക. എന്നിട്ട് അവരിങ്ങനെ സിനിമാ നടന്മാരന്മാർ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ നടക്കുക. എന്നിട്ട് എന്താ ഇവർക്ക് വല്ല ദീനുണ്ടോ? അഫ്ളൽ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കിതാബ് പഠിച്ചിട്ടുണ്ടോ? 5 ജുസ് ഹിഫ്ളുണ്ടോ? ശരിക്കും ഫാത്തിഹ ഓതി അർത്ഥം പറയാൻ വയ്ക്കോ? അതൊന്നും പ്രശ്നമല്ല. സ്വലാത്തുണ്ടോ? എന്തെങ്കിലും സ്വലാത്തിൻ്റെ ഇന്നത്തെ കോല, ഈ 2025 സ്വലാത്ത് എത്തിയ കോല ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. കേട്ടോ, അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേനിൽ ഊതുമ്പോൾ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ കേട്ടോ. സലാത്തുൽ ഫാത്തിഹ കേട്ട് കൊടുക്കാത്തത് കൂടാവും. ഒരു വന്നതില്ലാതെ ചീരിന്ന് പറയുന്നത് സലാത്തുൽ ഫാത്തിഹ. അപ്പൊ സലാത്തുൽ ഇപ്പൊ നോക്കാൻ നിങ്ങൾ മനസ്സിലെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ 10,000-കണക്കിന് ആൾ ഒരുമിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ഇദ്ദേഹത്തിന്റെ ചാനൽ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഈ കൗമ് എന്താ പറയണത്? അതിൻ്റെ താഴേക്ക് ഫാത്തിമാരും ഖദീജാരും നഫീസാരും ഇങ്ങനെ വന്ന് കമന്റ്, ഉസ്താദേ നമ്മൾ പ്രസവിക്കാൻ പോകുകയാണ്, നിങ്ങളൊന്ന് നിങ്ങളെ മജ്ലിസാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അവിടെ ഇങ്ങനെ അടുപ്പത്ത് പിന്നെ ടിവിൻ്റെ താഴെ വെള്ളമൊക്കെ വെച്ച് അതിൽ ഊതി ഇരുന്ന് വേറെ ചില ആൾക്കാർ നടക്കുക. എന്നിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ തേനിൽ ഊതിക്കോളി, കാര്യം നടക്കും. സ്വലാത്തിന്റെ ഇസ്ലാമിന്റെ വേദി പറഞ്ഞിട്ടാണ് ഇതിലൊക്കെ ഉദ്ഘാടനം തങ്ങന്മാരാണ്. എന്നിട്ട് പ്രചരിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ വേറൊരാൾ നമ്മളൊന്നും പറയില്ല. ഗുരുവായൂരപ്പൻ്റെ കറാമത്തും ഔലിയാക്കപ്പെട്ടൊന്നും ഞാൻ പറയണില്ല. ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ആ തേന് കൂതിക്കോളും, നിങ്ങളെ കാര്യം നടക്കുന്നു പറഞ്ഞാൽ പിന്നെ എന്തിനാ അപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടക്കുന്നത്? ഇത് പറഞ്ഞാൽ നിങ്ങളെ പറ്റി എന്താ പറയോ? നിങ്ങൾക്ക് തങ്ങന്മാരില്ല, നിങ്ങൾ മഹാന്മാരെ ബഹുമാനിക്കണില്ല. ഇതിനൊക്കെ എന്ത് ബഹുമാനാണ് കൊടുക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്വലാത്ത് എന്ന് പറയുന്ന മഹത്തരമായ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഒരു യഥാർത്ഥ ദീനിൻ്റെ ഷിആർ പഠിപ്പിക്കേണ്ട ഒരു വേദി വരെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കുക. ഇനി യതീം കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു, കുറെ കല്യാണം നടത്തേണ്ട എന്താ കാര്യം? അതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യണില്ലേ? മാതാമൃതാന്തം ചെയ്യണില്ലേ? ബാബാമത്തെ ചെയ്തില്ലേ? സത്യസായി ബാബ ചെയ്തില്ലേ? നമ്മുടെ പണി എന്താ? ഇസ്ലാമിലുള്ളത് ഇങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ദീനിന്റെ ഷിആർ കൊടുക്കുക, ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ചതിലേക്ക് വരിക. മന്നമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഒരു ദിക്ർ, ഒരു നിസ്കാരം, നമ്മൾ പള്ളിയിൽ ഇപ്പോൾ സുബഹി 2 റക്അത്താ, നാളെ ഒരാൾ പോയിട്ട് ഈ കുറച്ച് കൂലി അധികം കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികമായി ഒരു റക്അത്ത് നിസ്കരിച്ചാ നിങ്ങൾ അയാളെ നല്ലവനെന്ന് പറയോ? ഇല്ല, ഞങ്ങൾ സമ്മതിക്കൂല. എന്താ സമ്മതിക്കാത്ത? നബി പഠിപ്പിച്ച നിസ്കാരം 2 ഉള്ളൂ. പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളെ കൊടുന്നു. മറവ് ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇമാമ് പറയും, ഏത് പള്ളിയിലെ ഇമാമ് പറയും, ഒന്നാമത്തെ തക്ബീർ കെട്ടിയിട്ട് നമ്മൾ ഫാത്തിഹ ഓതണം, രണ്ടാമത്തെ തക്ബീർ കെട്ടിയിട്ട് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ഓതണം എന്നല്ല പറയാ, കെഞ്ചുല്ല ശോധനം എന്നല്ല പറയാ, ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലണം. എൻ്റെ വേറെ എത്ര പുണ്യമുള്ള സ്വലാത്തുകൾ ചെല്ലുണ്ടല്ലോ. വേറെ ഒരുപാട് കറാമത്ത്, ക്യാൻസർ മാറ്റുന്ന സ്വലാത്തുണ്ടല്ലോ, കിഡ്നി പോയവരെ കിഡ്നി ശരിയാക്കണ, ഡയാലിസിസ് നിർത്തി കൊടുക്കുന്ന സ്വലാത്തൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും അവിടെ ചെല്ലാത്തത്? അത് ഇസ്ലാമിലില്ല. അപ്പോൾ പറയാം, ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലൊക്കെ ചെല്ലുന്ന സ്വലാത്തില്ലേ, അത് ചെല്ലണം. ആ സ്വലാത്താണ് ഇസ്ലാം. അത് എല്ലായിടത്തും അത്.
അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അതിൻ്റെ പൂർണ്ണ രൂപം നമ്മൾ പഠിച്ചു നോക്കി. അതല്ലാതെ എന്ത് കറാമത്ത് പറഞ്ഞ സ്വലാത്താന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് വേണ്ട. കാരണം നമുക്ക് പഠിപ്പിച്ചതിൽ 1400 കൊല്ലം മുമ്പ് കൃത്യമായി പഠിപ്പിച്ചു. ഇനി സ്വലാത്ത് മാത്രമല്ല, കൂട്ടത്തു കൂടെ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ, എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ, എല്ലാത്തിൻ്റെയും മടിയിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ടാകും. പിന്നെ എല്ലാം കഴിഞ്ഞ് വാളൊക്കെ കഴിഞ്ഞ് ചീരണയൊക്കെ കഴിഞ്ഞ് എല്ലാം എടുക്കിട്ട് ചോറുണ്ടാകും. കുഴപ്പമില്ല, നല്ല നല്ല ഭക്ഷണം മാറി കഴിഞ്ഞ് പോട്ടെ. അത് കഴിഞ്ഞാലും അത് കഴിഞ്ഞതിൻ്റെ മുമ്പ് കുറച്ച് ലേലം വിളിയും പരിപാടിയും ഒക്കെ ഉണ്ടാകും. നല്ല ലാഭമുണ്ടാക്കാൻ പറ്റുന്ന പല നിലക്കുമുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരം മജ്ലിസുകളെ ഉപയോഗപ്പെടുത്തി കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു കടയിൽ കയറിയിട്ട് ഒരു അരിഷ്ടം മേടിച്ചാൽ അതിൻ്റെ വില എത്ര 100, 100, 200 ഒക്കെ അല്ലേ കൊടുക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള മജ്ലിസിലേക്ക് വന്നാൽ അരിഷ്ടത്തിൻ്റെ വില മാറും. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഖുത്ബ പറയുന്ന പള്ളിയിൽ കോഴിക്ക് ലേലം ചെയ്തു. ഒരു നാടൻ കോഴി ലേലം ചെയ്ത് പള്ളിയിൽ ലേലം ചെയ്ത് 44,000 ഉറുപ്പ്യക്കാണ് ലേലം ചെയ്തത്. എന്തേ? അത് അവിടെ അതിൻ്റെ ബറക്കത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതേപോലെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസ് കയറിയിട്ട് ഒരു ദശമൂലാരിഷ്ടം ഏറിക്കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി മേടിച്ചാൽ എത്ര കിട്ടുക നിങ്ങൾക്കറിയാലോ, 100 ഉറുപ്പ്യ കിട്ടൂലേ. പക്ഷേ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നാൽ അത്ര രൂപക്കല്ല അത് കൊടുക്കുന്നത്. 4,444 രൂപക്കാണ് ദശമൂലാരിഷ്ടം സദസ്സിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലേലം ചെയ്തിട്ട് ആൾക്കാർ മേടിക്കുകയാണ്. തങ്ങൾ ഊതിയിട്ടുണ്ട്, തങ്ങൾ തുപ്പിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊടുക്കുകയാണ്. ഈ സാധുക്കൾ ഇത് മേടിച്ച് കുടിക്കുകയാണ്. നിങ്ങൾ ആ രംഗൊന്ന് കണ്ടു നോക്ക്. പറഞ്ഞോട്ടെ, നല്ലൊരു സംഖ്യ വാങ്ങിക്കോട്ടെ. അള്ളാഹു ശുഭാക്കട്ടെ, അള്ളാഹു ആഫിയത്താക്കട്ടെ. നാടൻ വിഭവമാണെന്ന് തോന്നണേ, ആയുർവേദമല്ലേ. ദശമൂലാരിഷ്ടം ഈ സദസ്സിൻ്റെ ഒരു ബർക്കത്തിന് തങ്ങളുപ്പാപ്പയുടെ ഊത്ത് കിട്ടിയ ദശമൂലാരിഷ്ടത്തിന് ഒന്നുകൂടി ഊർജം കിട്ടും. അതുകൊണ്ട് നല്ലൊരു സംഭാവന പറഞ്ഞാൽ അതൊരാക്കി തരാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, പറഞ്ഞോളി, വിളിച്ചോളി. 1000 ഉറുപ്പ്യ ആരാ പറഞ്ഞേ? ബാപ്പു സക്കാബി 1000 പറഞ്ഞു. 1500 നമ്മളെ ഉമറാക്കളിൽ പ്രധാനി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1500. 4444 രൂപ വരെ പറയാം. ബിസ്മില്ലാ, തങ്ങൾ പാപ്പൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങാം. ഏത് രോഗം ഉണ്ടെങ്കിലും അള്ളാഹു അവർക്ക് ഇതിൽ ശിഫ കൊടുക്കട്ടെ. ബിസ്മില്ലാ, ആരാ പറയാ? 4454. വേഗം വന്നോളൂ, മതി പെട്ടെന്ന് തുടങ്ങുന്നു. സഹോദരങ്ങളെ, നമ്മൾ പോയിട്ട് ചോദിക്കും, കോട്ടക്കൽ ആരോഗ്യ ചിലപ്പോൾ ചോദിക്കും, ഈ പോകാളെ വണ്ടിക്കും തരാം, പോയി ചോദിച്ചു എന്താണ് ഇതിൻ്റെ വില. ഇനി അത് ഏത് രോഗത്തിനൊക്കെയാണ് കൊടുക്കുക? ഇത് സർവ്വ രോഗങ്ങൾക്കും ഇതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളിങ്ങനെ ഇരുന്ന് പടച്ചറപ്പിൻ്റെ ദുനിയാവിൽ മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോരോ വഴികളിൽ അള്ളാഹിൻ്റെ ദീന് വെച്ച് ജീവിക്കേ. ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കൂ, ഇന്ന കതീറം മിനൽ അഹ്ബാരി, ധാരാളം പണ്ഡിത പുരോഹിതന്മാരുണ്ട്, വറുഹ്ബാൻ ലയകുലൂന അംവാലന്നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തുനിന്ന് വഴിതെറ്റിക്കുന്നവരാണ്. ഈ പറഞ്ഞ ഊതുന്നോലൊക്കെ അവർക്ക് അസുഖം വരുമ്പോൾ നല്ല നല്ല ആശുപത്രികളിലാണ് പോയി കിടക്കുന്നത്. നല്ല നല്ല വടിപടി ആശുപത്രികളിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ ദശമൂലാരിഷ്ടം എവിടെ? അപ്പോൾ ഊതിയ വെള്ളം എവിടെ? ഊതിയ വ്യക്തി എവിടെ? എന്തിന്? പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അറിയപ്പെടുന്നൊരു നേതാവ് ഇത്തരം ഊത്തുകളുടെയും വറക്കത്തിൻ്റെയും ഒക്കെ പോലീസ് പറയാറുണ്ട്. അദ്ദേഹത്തിന് തിമിരത്തിൻ്റെ അസുഖം വന്നിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിലെ എബൈറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ചികിത്സ ചെയ്ത് പോയത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അവനവൻ്റെ കാര്യം വരുമ്പോൾ നല്ല അടിപൊളി ഹോസ്പിറ്റലിൽ ഓടിപ്പോവുകയാണ്. നല്ല ഇൻ്റർനാഷണൽ ചികിത്സയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധുക്കൾ വരുമ്പോൾ 4444 ഉറുപ്പ്യൻ്റെ ഈ അരിഷ്ടം കൊണ്ടുപോയി കുടിച്ചാൽ എല്ലാ രോഗം പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുകയാണ്, ഈ സ്വലാത്തിൻ്റെയും മജ്ലിസുകളുടെയും ഒക്കെ മഹത്വം പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ അന്തസത്തയിൽ യോജിക്കേണ്ടതാണ്. ദീനിലില്ലാത്തത്, ദീനിനെ വെട്ടിച്ചുരുക്കുന്നതും ദീനിൽ കൂട്ടിച്ചേർക്കുന്നതും അപകടകരമാണ്. ഇത് ഒരു അരിഷ്ടത്തിൽ നിൽക്കൂല. നമ്മുടെ വീട്ടിലെ ഒരു കോഴിമുട്ടൻ്റെ മാക്സിമം വില 5-6 ഉറുപ്പ്യാണ്. ഇനിയിപ്പോൾ ഞാൻ വരുമ്പോൾ വില ചോദിച്ചത് നാടൻ കോഴിക്ക് ഒരു കോഴിമുട്ടക്ക് 10 രൂപയാണ്. പക്ഷേ അത് തങ്ങൾ ഊതിയതോ മജ്ലിസിൽ എത്തിയോ അതിൻ്റെ വില മാറുകയാണ്. ഈ മജ്ലിസിൽ കോഴിമുട്ടൻ്റെ വിലയൊന്ന് കേട്ട് നോക്കണം നിങ്ങൾ. അടുത്തൊരു ക്ലിപ്പ് ശ്രദ്ധിക്കും. ഇതാ ഈ കാണുന്ന മുട, 3 മുട വിൽക്കി 313 പറഞ്ഞാൽ തരാം. ആർക്കാ വേണ്ടി? ബാബുസ്ഥാനെ കൊണ്ട് സാർ. ബിസ്മില്ലാ. ആമീൻ. 313. ഈ ഇസ്ലാമിലെ ചില പ്രധാനപ്പെട്ട സംഖ്യകളും നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. 313 വലിയ ബർക്കത്തുണ്ടോ? 786 ബർക്കത്തുണ്ടോ? 4440 അപ്പുറം
ബാക്കിയുള്ളവർക്ക് എന്ത് പറയാനുണ്ട്? അങ്ങോട്ട് പോരിഷുണ്ടാക്കുക. 5 രൂപ കോഴിക്ക് മജ്ലിസിലെത്തിയപ്പോൾ വില എന്തായി? 3 ഉള്ളതുകൊണ്ട് 313 ഉറുപ്പ്യ. ഇനി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ എല്ലാത്തിലേക്കും പോലെ സാമ്പിളിന് പറയാണ്. ഇവിടെ എല്ലാം വിറ്റഴിക്കപ്പെടുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവരും അവനവൻ്റെ പരലോകം ആലോചിക്കണം. നാളെ പരലോക കോടതിയിൽ മനുഷ്യന്മാർ വരും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർ വിലപിച്ചുകൊണ്ട് പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ തഅനാ സാദതനാ, ഞങ്ങളെ സയ്യിദന്മാരെ ഞങ്ങൾ അന്ധമായി അനുസരിച്ചു. വകുബറാഅനാ, ഞങ്ങളെ കബീറ വലിയ വലിയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നതാ ദീന്, അവർ ചെയ്യുന്നതാ ദീന്, അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിച്ചു പോയി. ഫാദല്ലൂന സബീല, ഞങ്ങളാകെ വഴിതെറ്റിയവരാ. കാരണം കൊണ്ട് അവർ ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കായിരുന്നു അവിടെ കരഞ്ഞ അടുത്ത ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, ശിക്ഷ കൊടുക്കണം. വൽഅൻഹും വലിയ ശാപത്തിന് അവരെ ഇരയാക്കണം. അല്ലാഹ് അവരെ നശിപ്പിച്ചത് അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് കിബറാമാരുടെ സാദാത്യങ്ങൾക്ക് നേരെ എതിരായി അവിടെ വെച്ച് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ തുടക്കത്തിലേക്ക് വരിക. നമുക്ക് സ്വന്തമായി പടച്ചോൻ ബുദ്ധി തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അള്ളാന്റെ ഖുർആൻ ഇവിടെയുണ്ട്, ഹദീസ് ഇവിടെയുണ്ട്. വിരൽ തുമ്പിൽ ഒന്ന് ഞെക്കി നോക്കിയാൽ ഹദീസ് പഠിക്കാൻ ഖുർആൻ ഉണ്ട്. ഇനിയും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ കോടതിയിൽ ഒന്ന് വിലപിച്ച് ഈ നരകത്തുനിന്ന് അപ്പുറത്തേക്കൊന്ന് മാറി നിൽക്കാൻ ചാൻസ് തരുമോ? കുറച്ച് ആശ്വാസം കിട്ടാനൊന്നും ചാൻസ്. നിങ്ങൾക്ക് ഇത് വന്നില്ലേ? ദുനിയാവിൽ ഉപദേശം കിട്ടിയില്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ലേ? ഖാലു, അവർ പറയും, ബലാ ബലാ താക്കീതുകാർ വന്നിരുന്നു. ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. അതൊക്കെ അയാൾ വെറുതെ പറയാം. അത് ആ പ്രസ്ഥാനക്കാരൊക്കെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരൊക്കെ പുത്തൻവാദികളാണ്. അത് തള്ളി അങ്ങോട്ട് സൈഡാക്കിട്ടു. ഈ പറയണത് എന്താ എന്ന് തീരെ പരിഗണിക്കാതെ പോയതിൻ്റെ പേരിൽ വിഷമിക്കുന്ന അവസ്ഥ. ഇനി മാത്രമല്ല, ഇത്തരം സദസ്സുകളിലേക്കും ആളുകളിലേക്കും ചെന്ന് പ്രയാസങ്ങൾ മാറാനാണ് ആളുകൾ ഓടിക്കൂടുന്നത്. ഇവർ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ദിക്ർ, ഈ ദിക്ർ എല്ലാ ദിവസവും നീ 444 തവണ ചെല്ലാന്ന് പറഞ്ഞാൽ ആ സാധുവിരുന്ന് ചെല്ലും. എന്തെങ്കിലും ഒരു സാധനം എഴുതി കൊടുത്തിട്ട് ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ അയാൾ വീടിൻ്റെ ആധാരം പോയാലും വേണ്ടില്ല, അത് കൊണ്ടുപോയി കുഴിച്ചിടും. ചിലപ്പോൾ അപ്പുറത്തോടെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയും. ഈ സാധനം കേട്ടാൻ പറയും. ചിലപ്പോൾ 100 കൊടുക്കും, ഏലസ് കൊടുക്കും, കൊടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരം സാധനം കൊടുക്കൂല. മന്നല്ല കതമീം, അവൻ അല്ലാഹുവിൽ ശിർക്ക് ചെയ്തവനാണ്. പാതകന്റെ മജ്‌ലിസിൽ ബൈഅത്ത് കൊടുത്തു. 9 ആളുകളുടെ കൈക്ക് നബി തങ്ങൾ കൈ കൊടുത്തു. 10ാമത്തെ ആളുടെ കൈകൾക്ക് നബി തങ്ങൾ കൈ കൊടുത്തില്ല. എന്താ നബിയെ അവനെ മാറ്റി നിർത്തിയത്? കൊടുക്കില്ല, അവനോട് കരാറില്ല. അല്ലാഹു അല്ലാത്തതിൽ നിന്ന് അഭയം പ്രാപിക്കുന്ന നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ പൊതുസദസ്സിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതാങ്ങൾ ഏലസ് കെട്ടണം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് അതിന് പ്രചാരം കൊടുക്കുന്ന മറ്റൊരാളെ നമുക്കൊന്ന് കാണാം. എത്രയോ ആളുകൾക്ക് എന്നോട് കിട്ടിയ ഇജാസത്ത് പ്രകാരം ഐക്യലുണ്ടായി. അത് കുറ്റായി കെട്ടിയാൽ പിന്നെ അസ്മാരല്ല, പിന്നെ ഹാർട്ടിന്റെ വാൾവിന് ഓട്ടല്ല. അല്ലാഹുവിലേക്ക് എന്റെ ആവലാതി വേവലാതി നീക്കുക. രോഗം ബാധിച്ച് 18 കൊല്ലം ക്ഷീണിതനായി ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ചിഞ്ചലം ഒഴുകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അന്നീ മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റഹീമീൻ. പ്രാർത്ഥന ഉണ്ടാവണം. ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ ചെയ്യണം. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വയം ആയത്തുകളും സൂറത്തുകളും ഫാത്തിഹയും ഒക്കെ ഓതിയിട്ട് തടവണം. മറ്റുള്ളവരോട് ദുആ കൊണ്ട് വസിയത്ത് പറയണം. രോഗിയായ ആ രോഗിനെ സന്ദർശിക്കണം. ഇങ്ങനെ ചില മര്യാദകളും കീഴ്വണക്കങ്ങളും ഒക്കെ പഠിപ്പിച്ചു. തെറ്റായ ഹറാമായ ചികിത്സകൾ പാടില്ല. നബിതങ്ങളുടെ കാലത്ത് ചില ആളുകൾ മദ്യത്തിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് കുടിക്കാൻ തുടങ്ങി. എന്തിനാ ചോദിച്ചപ്പോൾ അതൊരു
എന്ന് പറഞ്ഞുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു തദാവൂ ബിൽ ഖംരി, ഹറാമായ പോലെയുള്ളത് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ഫഇന്നഹു ദാഉൻ, അത് നിങ്ങൾക്ക് രോഗമാണ്. വലാ ദവാ, അതൊരു മരുന്നുമല്ല. ചിലപ്പോൾ അസുഖം മാറും, അല്ല മാറ്റിയതല്ല. അതുപോലെ തന്നെയാ നമ്മുടെ നാട്ടിലെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. രോഗം മാറാനാണോ, മക്കളെ കെട്ടിക്കാനാണോ, ഖബറിലേക്ക് ലോകം ഓർക്കാനാണ് പറഞ്ഞു വെച്ചോ. എടുത്ത് ഇങ്ങനെ പോയി ആരുടെ മുന്നിൽ ഞാൻ ആവണം. എന്തിനാണ് ജീവിക്കുന്നത്? ഞങ്ങളും അങ്ങോട്ട് വരുന്നവരാണ്. അവർക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നമ്മൾ മക്ബറകളെ ിലേക്ക് ഭീമാ പള്ളിയിലേക്ക് പോകുന്നത് എന്തിനാണ്? ഭർത്താക്കന്മാര് ഭാര്യനെ പറഞ്ഞ ഭർത്താവ് പോകില്ല. ആർക്കെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ അവരൊക്കെ പിടിച്ച് കേൾക്കൂടാ. അവിടെ പോയാൽ പറഞ്ഞു മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചിരുന്ന പാടില്ല. അതേതാണ്? മസ്ജിദുൽ ഹറാമാണ്, മസ്ജിദുൽ നബവിയാണ്, മസ്ജിദുൽ അഖ്സയാണ്. അതൊക്കെ നമുക്ക് പള്ളിയാണ്. അങ്ങനെയല്ല. ഇവിടെ ചില ആളുകളുടെ ഖബറുണ്ട്. ആ ഖബറിങ്ങ ചെന്നാൽ പൈസ കിട്ടാൽ, ജാറം മൂടിയാൽ, അവിടെ വെച്ച് ഓതിയാൽ, അവിടെ വെച്ച് ഊതിയാൽ എൻ്റെ ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വിശ്വാസം ആ ഖൗമിൻ്റെ ഇടയിൽ വ്യാപിച്ചു. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ ഉറൂസുകളിലേക്ക് ആളുകൾ കൊണ്ടുപോവാണ്. അവിടെ എന്താ നടക്കുന്നത്? ഒരു പള്ളിയിലേക്ക് ഒരു പെണ്ണ് പോകുമ്പോൾ പറയും ഹറാമാണ്, ഭയങ്കര ഫിത്നയാണ്, പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ഉറൂസുകളിലേക്ക് കുത്തഴിഞ്ഞുകൊണ്ട് ആണും പെണ്ണും ചാടിക്കളിക്കാൻ പോകുമ്പോൾ എന്താ എതിർക്കാത്തത്, എന്താ വിമർശിക്കാത്തത്? ഞാൻ ആ വിഷയം പറയാം. ആദ്യം നമുക്ക് ഉള്ളാൾ ദർഗയിൽ, കാസർഗോഡ് മംഗലാപുരം റൂട്ടിലുള്ള അറിയപ്പെടുന്ന ഉള്ളാൾ ദർഗയിൽ ഒരു ഉറൂസിന്റെ ഒരു സാമ്പിൾ ഒന്ന് കാണാം. മക്കളെ കൈവിടണ്ട, മക്കളെ ബിൽക്കുൾ കൈവിടത്തില്ല. മക്കളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടാവ് കിട്ടുന്ന 4 ഗಂಟೆ വേണം. അനേസപ്പോഴും കിടാവും മക്കളവും അതേപോലെ മേലുള്ള ബംഗാളി ബസ് മൊബൈൽ ഫോൺ എത്ര ജാഗ്രത ബന്ദാറിനെ ബന്ധേ പവാസ് കുത്തുബ് സമാന ഉള്ളാളിൽ മറമുള്ള പൊലിയുള്ള കുതിരത്തിനാ ഇവിടെ അതിർവരമ്പുകളുണ്ടോ? ഇത്രയുണ്ടാവില്ല. ഇതൊക്കെ ഹലാലാണോ? എന്തിനാ ഈ ആളുകൾ അതുപോലെ ആനയിളകിയിട്ട് എത്ര ആളാ മരിച്ചത്? എന്തിനാ കബറിങ്ങ ആന? എന്തിനാ കബറിങ്ങ ചെണ്ട? എന്തിനാ കബറിങ്ങ ശിങ്കാരിമേളം? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞു. എന്താ കരഞ്ഞത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒന്നാമത്തെ പരലോകത്തെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടാലേ രക്ഷപ്പെടുള്ളൂ. അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അദാബായിരിക്കും. അതോർത്താ ഞാൻ കരയുന്നത്. മദീനയിലെ ബഖീഉൽ ഖർഖദിലേക്ക് നബി തങ്ങൾ ഒരു ജനാസനെയും എടുത്തുകൊണ്ടുപോയി. ഖബറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ മാതിരി ഖബർ പണി കഴിഞ്ഞിട്ട് കൊണ്ടുപോയില്ല, വേഗം എടുത്ത് കൊണ്ടുപോവാണ്. ജനാസ മറവ് ചെയ്യാൻ അവിടെ സൈഡിലേക്ക് വെച്ചു. നബി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കണം. തൻ്റെ ചുമലിലേക്ക് ഇങ്ങനെ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അത് എണീറ്റ് പോകാത്ത ഒരു
സ്വഹാബത്തിനോട് പറയാണ് എന്ന് പറഞ്ഞിട്ട് നിബിധങ്ങളാ ഓർക്കുന്നത് ആർക്കാണ് സിയാറത്തുൽ ഖുബൂറിന്റെ മര്യാദ പാലിക്കാൻ കഴിയുന്നത് ഉയർത്തുകയാണ്, അലങ്കരിക്കുകയാണ്. നിബിധങ്ങൾ പറഞ്ഞു എന്റെ ഖബറിനെ ഉത്സവ കേന്ദ്രമാക്കി മാറ്റോനെ. നബിനേക്കാൾ വലുതാണോ ബാക്കിയുള്ളവർ? നീ ഭീമാപ്പള്ളി കണ്ടു നോക്കും. ഓരോ ആൾക്കാർ പോണോ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി ഉമ്മച്ചിന്റെ മക്ബറ. കുട്ടിൽ കിട്ടുന്നു അല്ലെ, പച്ച കുറേ പതാകൾ കെട്ടിയിട്ടുണ്ട്, പലതും നടക്കുന്നുണ്ട്. ഭീമാപ്പള്ളിയിലേക്ക് ഒരിക്കൽ പോയോ നിങ്ങൾ? ഒരിക്കൽ. എല്ലാ കേന്ദ്രങ്ങളും എല്ലാത്തിൻ്റെയും ഷർറുകളുടെ കേന്ദ്രമായി മാറുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. എല്ലാം നടക്കുന്നത് ദീനാണെന്നും പറഞ്ഞു, ഖബറാന്നും പറഞ്ഞിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് സഹാബത്ത് എല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട ഭാര്യമാരും കുടുംബമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ എന്തോ കാര്യമായിട്ട് പറയാൻ നിൽക്കണം, പറയാനൊന്നും കഴിയാതെ നിൽക്കുന്ന വേളയിൽ നബിതങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചടുത്തേക്ക് നിന്നപ്പോൾ നബി പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദികളെ നസാറാക്കളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു കേട്ടോ. എന്താ കാരണമെന്നറിയോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അംബിയാക്കന്മാരുടെ കബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി. അമ്പിയാക്കന്മാരുടെ ഖബർ അതിനെ മസാജിദുകളാക്കിയവരെ ശപിച്ചിരിക്കുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്ക്. അമ്പിയാക്കന്മാരാണോ? ആളെ പേരറിയുമോ? സ്ഥലം അറിയുമോ? മുനമ്പത്ത് ബീവി ആരാ? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല, ബീവിന്റെ പേരെന്താ? പേരറിയില്ല. സ്ഥലറിയോ? സ്ഥലറിയില്ല. പിന്നെന്താ? ഫേമസ് ആണ്. എന്താണ് ഫേമസ്? വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദോരൊക്കെ ജീവിച്ച നല്ലൊരു നാട്ടിലാണ് ആ ജനാസ അടഞ്ഞത്. അവസ്ഥയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു മനുഷ്യന്, സാധാരണ എല്ലാ സ്വഹാബിമാർക്കും എന്താ ഉണ്ടാവുക? ഒരു ഖബറുള്ളത്. അത് എന്തൊക്കെ ചെന്നിട്ടുണ്ടല്ലോ നമ്മൾ. ഉഹദിലൊക്കെ ചെന്നിട്ടില്ലേ നമ്മൾ? ബദറിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തർക്കും ഒരു ഖബറാണെങ്കിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങൾ പുത്തനങ്ങാടിയൊക്കെ ചെന്നാൽ, അതുപോലെ തന്നെ തിരൂർ ഭാഗത്തൊക്കെ ചെന്നാൽ ഒരു വലിയന് 2 ഖബർ, 2 പള്ളി, 2 പെട്ടി, 2 ഉറൂസ്. നല്ല വരുമാനം, പണമുണ്ടാക്കുന്ന കേന്ദ്രമായി. എന്നിട്ട് പൈസ പള്ളി നോക്കുന്നത് ഉസ്താദിൻ്റെ ശമ്പളം. യതീംഖാന, വനിതാ കോളേജ് നടക്കുന്നത് എവിടുന്ന? ഈ ഭണ്ഡാരം പൊട്ടിച്ചിട്ട്. ഇതൊക്കെ ഇസ്ലാമിൽ ഹലാലും ഹറാമൊന്നും നമുക്ക് ബാധകല്ലേ? ലഅനത്തുല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പൈസ കൊണ്ട് ജീവിക്കേ, അതുകൊണ്ട് പള്ളി ഉണ്ടാക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെന്ന് നോക്കുക. കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന സ്ഥലത്ത് ഓച്ചിറ ഉപ്പൂപ്പ എന്ന ഒരാളുടെ ജാറമുണ്ട്. ആരായിരുന്നു അയാൾ? മാതൃഭൂമി പത്രത്തിൽ വന്നിരിക്കുന്നു. ഓച്ചിറ ദാമോദരൻ അന്തരിച്ചു. ദാമോദരൻ എന്ന പേര്. മരിച്ചതിന് ശേഷം നമ്മുടെ കൗമിൽപ്പെട്ട ചില മനുഷ്യന്മാർ, മയ്യത്ത് കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്. അവർ പോയിട്ട് പറഞ്ഞു, ദാമോദരനല്ല, ഇത് ഞങ്ങളുടെ ആളാണ്, പേര് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പേര് മാറ്റിയിട്ടു. നിങ്ങൾ പോയിക്കോ. ആർക്കും ഇന്ന് കേരളത്തിൽ എന്ത് സുഖ, ഒരു 3 മണിക്കൂർ ട്രെയിനിൽ കയറി എന്ത് സ്ഥലം പോയി പഠിക്കാലോ. ആ ജാറം ഇന്നോട് ജീവിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ചെന്ന സമയത്ത് ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ എന്താണ് ഇന്ന് ഇവിടുത്തെ തിരക്കെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അപ്പുറത്തൊരു ഉറൂസ് നടക്കുക. ഏത് ഉറൂസാണ്? ഏത് മഹാൻ്റെതാണ്? ഏതെങ്കിലും നിലക്ക് ഇമാം മാലിക്കിൻ്റെ കൂടെ വന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ചേരമാൻ്റെ കൂടെയൊക്കെ വന്ന ആരെങ്കിലും ആണോ? അതൊന്നുമല്ല. പിന്നെ ആരാ? പേര് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആളെ പേര് മുട്ടും തല ഔലിയാ റളിയല്ലാഹു അൻഹു. ചോദിച്ചു, അതെന്താ അങ്ങനത്തെ പേര്? അതൊരു ഖബറാണ്. ആ ഖബറിനകത്ത് ആകെ കിട്ടിയത് ഒരു ഫുൾ ബോഡി കിട്ടിയില്ല. ആകെ കടലിൽ നിന്ന് കിട്ടിയത് ഒരു കാൽ മുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തല കിട്ടി. 2 കൂടി ഖബറടക്കി. നമ്മൾ ഉറപ്പിച്ചത് നമ്മൾ തന്നെ. അതുകൊണ്ട് പേരിട്ട് മുട്ടും തല ഔലിയാ റളിയല്ലാഹു അൻഹു. കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെയാണ്. എന്താണ് നമ്മുടെ നാട്ടിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ്? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ദീനെ നമ്മൾ പഠിച്ചില്ല. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തും കേട്ടും പറഞ്ഞു ഇങ്ങനെ പോകുന്നു. എൻ്റെ ഇപ്പം അങ്ങനെ എഴുതിനല്ലോ, ആയിക്കോട്ടെ, എന്താ? വെല്ലിപ്പം അങ്ങനെ എഴുതിനല്ലോ, ആയിക്കോട്ടെ, എന്താ?
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി പറയുന്നത്, ഞാൻ എൻ്റെ വാപ്പകാരനോമാരുടെ മാർഗ്ഗത്തിലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിൻ്റെ വാപ്പ വിഗ്രഹാരാധനയിലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴിക്ക പോകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എൻ്റെ ബാപ്പകാരനോമാരുടെ മതത്തിലാണെന്ന് പറഞ്ഞാൽ അബൂജഹലിൻ്റെ, അബൂലഹബിൻ്റെ, ഉത്ബയുടെ കുടുംബ ഖുറൈശികളുടെ ഓല വഴിയിൽ പോകണം. അതേതാ ലാത്ത, ഉസ്സ, മനാത്ത അടക്കമുള്ള വിഗ്രഹങ്ങളായിരുന്നു അവരുടെ കേന്ദ്രം. അപ്പോൾ അതല്ലല്ലോ ദീന്. പിന്നെന്താ ദീന്? ദീൻ എന്ന് പറഞ്ഞത് വഹിയാണ്. അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തെ പഠിച്ച് കൃത്യമായി കൊണ്ട് ജീവിതത്തെ വിലയിരുത്താൻ ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. നീ ഒരു മുസ്ലിമായ നല്ല ഒരു കച്ചവടക്കാരനാണോ? സിഗരറ്റ് വിൽക്കാൻ പറ്റൂല. എന്താ കാരണം? അത് ലഹരിയാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയാണ്. പ്രിയപ്പെട്ട കച്ചവടക്കാരാ, നിന്റെ കടയിൽ സിഗരറ്റ് ഉണ്ടോ, കാജബീഡിയുണ്ടോ, നീ അത് വിൽക്കുന്നുണ്ടോ? നിന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. എൻ്റെ വാക്കല്ല, എൻ്റെ ഫത്വല്ല, നിങ്ങൾ വായിച്ചോ. 17 കാരണങ്ങൾ കൊണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അത് ലഹരിയാണ്, സംശയമില്ല. ഇനിയും നീ അത് വിറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പുച്ചയങ്ങളിലെ അങ്ങാടിയിലെ ക്യാൻസർ പരത്തുന്നതിൻ്റെ ആള് നീയാണ്. നീ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. എത്ര വയസ്സായ ആളുകളെയാണ് മരിക്കാൻ സമയത്ത് കുടുംബക്കാർ ശപിക്കാൻ തുടങ്ങി. അയാൾക്കത് വേണം. ശ്വാസം മുട്ടി ഇങ്ങനെ കിടച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ പറയും വലിക്കണ്ട വലിക്കണ്ട അന്ന് പറഞ്ഞതല്ലേ. എല്ലാവരും ശപിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ എന്തിനാണ് ഈ കൗമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എല്ലായിടത്തും ചില അദബ് പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ വാപ്പയും ഉമ്മയും ഉണ്ടോ, അവരെ നന്നായി പരിചരിക്കാത്തവർ ഈ വാത് കഴിഞ്ഞു പോകുമ്പോൾ വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം, അള്ളാന്റെ ഇസ്ലാമിൽ എന്താ പറഞ്ഞത്? വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരായി മാറണം. അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുന്ന സ്നേഹമുള്ള കരുണയുള്ളവരായി മാറണം. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഒരു ഭർത്താവാണ്, കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുണ്ടോ? ഏറ്റവും മാന്യനായി അങ്ങാടിയിലും പള്ളിയിലും ഒക്കെയാണ് പോരാ. ഖിയാറുക്കും ഖിയാറുക്കും മിൻ അഹ്ലിഹി. വീട്ടുകാരോട് മാന്യനായി പെരുമാറണം. വീട്ടിൽ കുരച്ചു ചാടുന്നവനായി മാറരുത്. വീട്ടിലൊരു പോലീസായി മാറരുത്. മക്കളോട് എപ്പോൾ നോക്കിയാലും വഴക്കിടുന്ന, ദേഷ്യം പിടിക്കുന്നവനായി മാറരുത്. പുതിയ കാലഘട്ടമാണ്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്. മര്യാദയോടെ മക്കളെ നമ്മുടെ കുടുംബത്തോട് പെരുമാറണം, ഭാര്യമാരോട് പെരുമാറണം. ഭാര്യമാരെ സ്വർഗം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മഫ്ത ധരിച്ച്, പർദ്ദ ധരിച്ച്, എല്ലാം മറച്ച് മുത്തഖീങ്ങളായി നിസ്കരിക്കുന്നുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, തഹജ്ജുദുണ്ട്, വിരുന്നുകാരെ സൽക്കരിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭർത്താവിനോട് മോശമായി പെരുമാറുന്നു, അവകാശങ്ങൾ മാനിക്കുന്നില്ല, കടമകൾ നിർവഹിക്കുന്നില്ല. അയാൾ ആട്ടി അകറ്റുകയാണ്. രാത്രിയിൽ അവസാനത്തെ കട അടച്ചാലേ ഭർത്താവ് വീട്ടിലേക്ക് വരുള്ളൂ. നേരം വെളുത്ത സുബഹിക്ക് ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും. എന്താ വീട്ടിൽ പോവാത്തത്? അവിടേക്ക് പോയാൽ ഒരു സ്വസ്ഥതയില്ല. അവിടെ ഒരാളുണ്ട്. ആരാണ് അയാൾ? പ്രിയപ്പെട്ട ഭാര്യമാരെ, ഞാൻ ആരെയും വിമർശിക്കുകയല്ലോ, ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. ഒരു പെണ്ണിന് സ്വർഗം വേണോ? ഭർത്താവിനെ നന്നായി അനുസരിക്കണം, ഭർത്താവിനെ മാനിക്കണം. വിവാഹം കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി നടന്നാൽ ലഅനത്തുൽ മലായിക, മലായികത്തുകൾ ശപിക്കും. ഹത്താ തർജിഅ, അവൾ തിരിച്ചു മടങ്ങി വരുന്നത് വരെ. മാന്യമായി വേഷവിധാനം ധരിക്കാതെ സുഗന്ധം പൂശി അങ്ങാടിയിലൂടെ നടക്കുന്ന പെണ്ണിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, ഫഹിയ സാനിയ, അവൾ വേശ്യയാണ്, വേശ്യയാണ്. എൻ്റെ വാക്കല്ല, എന്നെ വെറുത്താലും എനിക്ക് പ്രശ്നമില്ല. ഫഹിയ സാനിയ. വെലസി നടക്കുകയാണ്, അണിഞ്ഞൊരുങ്ങി നടക്കുകയാണ്, ആളുകളെ കാണിക്കാൻ. പ്രിയപ്പെട്ട മക്കൾ, എന്ത് തകൃതിയാണ്. സ്കൂളുകളിലേക്ക്, വിദ്യാലയത്തിലേക്ക് പോകുന്ന മക്കളോട് നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാനില്ലേ? പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ ഉമ്മമാരെ, ഉപ്പമാരെ, ഇവിടെ ഒരുപാട് പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സ് നോക്കി ഞാൻ പറയട്ടെ, മക്കൾ ഇന്ന് തല്ലിൻ്റെ പിന്നാലെയാണ്. എത്രയെത്ര ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് വിദ്യാലയങ്ങളിൽ തല്ല് നടക്കുന്നത്. അങ്ങാടിയിൽ നടക്കുന്ന തല്ലെന്തിൻ്റെ പേരില്ലാന്ന് ആലോചിച്ച് നോക്ക്. MDMA, സിന്തറ്റിക് ലഹരികൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണ്. മൊബൈൽ ഫോൺ അഡിക്റ്റഡായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ദുശ്ശീലങ്ങൾ നടക്കുകയാണ്. ഈ സദസ്സിനിടയ്ക്ക് ആ പ്രായത്തിലുള്ള എത്ര കുട്ടികളെ നമുക്ക് കൊണ്ടുവന്ന് ഇരുത്താൻ കഴിഞ്ഞു? അവർക്ക് ദീന് വേണ്ടേ? അവർക്ക് ഇസ്ലാം വേണ്ടേ? അവർ IPL മതിയോ? അവർക്ക് ICC മതിയോ? അവർക്ക് BSNL മതിയോ? അവർക്ക് ഇസ്ലാം ആകുന്ന ദീന് കൊടുക്കണ്ടേ? ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളോട് അടുത്തിരുന്ന് സംസാരിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കണം, തൊട്ട് സംസാരിക്കണം. എപ്പോൾ നോക്കിയാലും പിടിച്ച് ദേഷ്യം പിടിക്കരുത്. അവരെ വെറുപ്പിച്ച് ആട്ടിയകറ്റരുത്. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ വീട്ടിൽ ഉമ്മാനോട്, ഉപ്പാനോട് പറഞ്ഞാൽ എനിക്ക് പരിഹാരമുണ്ടാകുമെന്ന ആശ്വാസം കൊടുക്കണം. അവർ സെക്സ് റാക്കറ്റുകളുടെ പിന്നിലാകരുത്. അവർ ലഹരി റാക്കറ്റുകളുടെ പിന്നിലാകരുത്. അവർ സിനിമാ റാക്കറ്റുകളുടെ പിന്നിലാകരുത്. അവർ ലെസ്ബിയന്മാരുടെ, സ്വവർഗരതിക്കാരുടെ, തോന്നിവാസികളുടെ പിന്നാലെ ലൈക്കടിച്ച് നടക്കുന്നവരായി മാറാതിരിക്കാൻ ഉമ്മമാരെ, ഉപ്പമാരെ CRE സംവിധാനം പോലെ ദീന് പഠിക്കാൻ മദ്രസ കഴിഞ്ഞാലും അവർ പഠിക്കണം. QHLS സംവിധാനങ്ങൾ നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാൻ നമ്മൾ നമ്മുടെ ചങ്ങാതിമാരോട് എന്ത് രസമായിട്ട്, സ്കൂളിലെ ടീച്ചർമാരോട് എന്ത് റെസ്പെക്റ്റിലാണ്. വീട്ടിലുള്ള ഉമ്മ, ഉപ്പ എന്നത് നാം ജനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങൾ
കണ്ടവരാണ്. അവരെ ആട്ടിയകറ്റരുത്, അവരെ വെറുപ്പിക്കരുത്, അവരെ പുറന്തള്ളുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് ആലോചിക്കുക. കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് ജീവിക്കല്ലേ. ഓരോ നിസ്സാര കാരണത്തിന്റെ പേര് പറഞ്ഞ് ജ്യേഷ്ഠാനുജന്മാർ, പ്രിയപ്പെട്ടവർ പോലും അകന്ന് ജീവിക്കുകയാണ്, തിരിഞ്ഞു നോക്കാതെ. മരിച്ചാൽ കാണാൻ വരരുതെന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കൂല. ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവരാണോ സ്വർഗത്തിലെത്തൂല. നമ്മുടെ നിസ്കാരം സമയബന്ധിതമായി ജമാഅത്തിലേക്ക് വരണം. വീടുകൾ ശാന്തമാകണം. വഴക്കിന്റെ കേന്ദ്രങ്ങളായി മാറരുത്. അവിടെ സിനിമയുടെ മ്യൂസിക്കിന്റെ കേന്ദ്രങ്ങളായി മാറരുത്. അവിടെ ദിക്റുകൾ ഉണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം, സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവണം, ഇസ്ലാമിന്റെ ഷിആറുകൾ പാലിക്കുന്ന വീടായി മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്വർഗീയ ജീവിതത്തിനു വേണ്ടി ഓരോരുത്തരും അവനവനെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ദീന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. സദസ്സ് അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും വലുത് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാളെ വിളിച്ചു, അയാൾ പറയും, നമുക്ക് പറയാനുള്ളതൊക്കെ പറയും. ഇതെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ബല്ലിഗൂ അന്നീ വലൗ ആയ, ഒരായത്തെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. നിർവഴി സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ എന്ന് പറയുന്ന ഇസ്ലാമിക റേഡിയോ നമ്മുടെ ഫോണിൽ സൗജന്യമായി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഏകദേശം 10 ലക്ഷം ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 50-ലേറെ പ്രഭാഷകന്മാർ ദീനിയായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ കൗൺസിലിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്ക്. നമുക്ക് പരിഹാരമുണ്ടാക്കുന്ന, പീസ് നൽകുന്ന, സമാധാനം നൽകുന്ന തുരുത്താണ്. ഇൻഷാ അല്ലാഹ് നവംബർ 14 വെള്ളിയാഴ്ച പാണ്ടിക്കാട് വെച്ചുകൊണ്ട് പീസ് റേഡിയോയുടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഓർമ്മപ്പെടുത്തുകയാണ്, ഡേറ്റ് ഓർമ്മ വെക്കുക. നവംബർ 14 വെള്ളിയാഴ്ച. എത്താൻ കഴിയാവുന്നവരൊക്കെ ആ സദസ്സിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ആരെങ്കിലും പരിചയത്തിൽ ഒരു അധ്യാപകനായ LP, UP, ഹൈസ്കൂൾ, +2 ഡിഗ്രി കോളേജ് എവിടെയെങ്കിലും അധ്യാപന ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുണ്ടോ? മക്കളെ പഠിപ്പിക്കുന്ന ആളാണ്. അയാൾക്ക് തല്ല് നിയന്ത്രിക്കാൻ പറ്റണം. അയാൾക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാറണം. അവിടെ എന്തോ നടന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല എന്നാവരുത്. അവർ ഡാൻസ് ചെയ്യുമ്പോൾ തുള്ളിച്ചാടുന്ന ഡാൻസ് ആകുന്ന അധ്യാപകൻ, എല്ലാത്തിനും വലം വെച്ച് കൊടുക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളുള്ള, നിയന്ത്രിക്കാൻ കഴിയാത്തവരായി മാറുമ്പോൾ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന പേരിൽ അധ്യാപക സമ്മേളനം നവംബർ മാസം 16 ഞായറാഴ്ച പട്ടാമ്പിയിൽ വെച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ആ സന്ദേശം ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ പരിചയത്തിലുള്ള ലിസ്റ്റിൽ മാഷ്, ടീച്ചർ എന്ന കോൺടാക്റ്റ് ഉള്ള മുഴുവൻ ആൾക്കാരെയും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ സംഭവമുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ പങ്കെടുക്കണം കേട്ടോ. എന്താ ദീന് കൊടുക്കാനാണ്, ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അധ്യാപന രംഗത്തുണ്ടാകുന്ന അപച്യുതികൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാവരിലേക്കും സത്യത്തിൻ്റെ വിളി കൊടുക്കാൻ, ഈ ദീന് കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശം മരിക്കുന്നതിൻ്റെ മുമ്പ് നെറ്റിത്തടത്തിൽ അധ്വാനത്തിൻ്റെ വിയർപ്പ് തുള്ളികളോടെ മരിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ ഒരു ജനാസയെ കൊണ്ടുപോയി ജനങ്ങളെല്ലാവരും എത്രയോ നല്ല വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ മനുഷ്യനെ കുറിച്ച്. നബിതങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത്, അയാൾക്ക് നിർബന്ധായി. പിന്നീട് ഒരിക്കലും ഒരു ജനാസയെ കൊണ്ടുപോയി. ആ ജനാസയെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ് അയാൾ, എന്തൊരു മോശപ്പെട്ടവനാണെന്ന് ഇങ്ങനെ വെറുതെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം പറയുന്നത് കേട്ടപ്പോൾ നബി പറഞ്ഞു, നിർബന്ധായി. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബി നിങ്ങൾ ഇത് പറയുന്നത്? ആദ്യം കൊണ്ടുപോയ വ്യക്തിനെ കുറിച്ച് ഒരുപാട് നല്ലത് പറയാനുണ്ടായിരുന്നു. വജബത്തിൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി കിട്ടും. പിന്നെ പോയ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്തോ മോശമായിട്ടൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വജബത്തിന് നരകം അയാൾക്ക് നിർബന്ധമാകും. നമ്മളെക്കുറിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അയാളൊരു സിഗരറ്റ് വലിക്കാരനാണ്, അയാളൊരു ഹാൻസ് വലിക്കാരനാണ്, അയാളൊരു ഗീബത്ത് പറയുന്ന ആളാണ്, അയാൾ നാട്ടിൽ തെറി പറയുന്ന ആളാണ്, അയാൾ ഫുള്ള് തോന്നിയാസം പറയുന്ന ആളാണ്, അയാൾ ഒരു പലിശക്കാരനാണ്, അയാളൊരു കച്ചവടത്തിൽ ഭയങ്കരമായി കൃത്രിമം കാണിക്കുന്ന ആളാണ്. നമ്മളെക്കുറിച്ച് പറയാൻ ഒരുപാട് തിന്മകളുണ്ടെങ്കിൽ വേറെ അധികമൊന്നും വേണ്ടതില്ലെന്നും മാത്രം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈമാനോടെ മരിച്ച് സ്വർഗം നേടണമെന്ന ആഗ്രഹത്തോടെ അവിടെ എത്തിപ്പെടാൻ മരിക്കുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, അള്ളാഹുവിൻ്റെ വിശാലമായ റാദിയത്തായ ജീവിതത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് വലിയ മലക്കുകളുടെ ആവേശത്തോടെ കൊണ്ടുപോകുന്ന ഒരു ജനാസയായി മാറാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് ചെയ്തുകൊണ്ട് നല്ലപോലെ മരിക്കാൻ പറ്റുള്ളൂ.